അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി കൊഹിമയിൽ മാധ്യമങ്ങളെ കാണും. വിവരങ്ങളുമായി നിതിൻ അംബുജൻ. നിതിൻ, ആ, നാളെ സംസ്ഥാനം വിടുകയാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് കാലാവസ്ഥ? എന്താണ് യാത്രയുടെ പുരോഗതി? എങ്ങനെയാണ്? ഹാഷ്മി, കാലാവസ്ഥ പ്രതികൂലമാണ്. കനത്ത തണുപ്പെല്ലാം തന്നെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ കാലാവസ്ഥ പ്രതികൂലമാകുമ്പോഴും ഈ ഭാരത് ജോഡോ യാത്രയെ അതിനെ ജനങ്ങൾ സ്വീകരിക്കുന്ന കാഴ്ച കഴിഞ്ഞ 2 ദിവസങ്ങളിലെല്ലാം തന്നെ കാണാമായിരുന്നു. കാരണം മണിപ്പൂർ വിട്ടതിന് ശേഷം ഏതാണ്ട് കൊഹിമ വരെ വലിയ തരത്തിലുള്ള ഒരു പങ്കാളിത്തം ഭാരത് ജോഡോ യാത്രയ്ക്കുണ്ടായിരുന്നു. കാങ്കോപ്പി, സേനാപതി, കൊഹിമ അടക്കമുള്ള മാവോ ഗേറ്റ് അടക്കമുള്ള സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധി കാണാനായി നിരവധി പേർ എത്തി. ആളുകൾ കൂടുതലിടങ്ങളിലെല്ലാം തന്നെ രാഹുൽ ഗാന്ധി താഴെയിറങ്ങി അഭിവാദ്യം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ രാഹുൽ ഗാന്ധി അല്പനേരം പദയാത്ര നടത്തുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ആളുകളും തന്നെ നിരാശപ്പെടുത്താതെ തന്നെ രാഹുൽ ഗാന്ധി താഴെയിറങ്ങി പദയാത്രയും നടത്തുന്നുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട വിഷയമായി തന്നെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് മണിപ്പൂർ കലാപം തന്നെയാണ്. അതോടൊപ്പം തന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വെല്ലുവിളിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് മുൻപ് തന്നെ ഒരു പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ അതിന് അത്തരത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു വികസന കാഴ്ചകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം റോഡുകളുടെ ശോചനീയാവസ്ഥ അത് ഈ കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ട ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നതിനാണ് കഴിഞ്ഞ 2 ദിവസം നമ്മൾ സഞ്ചരിച്ചപ്പോൾ വ്യക്തമായത്. കാരണം ഏതാണ്ട് 1 കിലോമീറ്റർ പോലും കഷ്ടിച്ച് ഒരു നല്ല റോഡുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ വളരെ ശോചനീയമായ ഒരു റോഡ് സാഹചര്യമാണ്, ഗതാഗത സാഹചര്യമാണ് കൊഹിമയിൽ നിന്ന് ഇംഫാലിൽ നിന്ന് കൊഹിമയിലേക്കുള്ള ഈ യാത്രാ മധ്യലം തന്നെ കണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധി ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വികസനമെല്ലാം തന്നെ BJP വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ഒരു പൊള്ളയായ വാഗ്ദാനം എന്നൊരു വിമർശനമാണ് ജയറാം രമേശ് ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം മണിപ്പൂർ കലാപം, ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പ്രധാനമായി മണിപ്പൂർ കലാപം അടക്കമുള്ള വിഷയങ്ങൾ തന്നെയാകും രാഹുൽ ഗാന്ധി സംസാരിക്കുക. പക്ഷേ അപ്പോഴും അയോധ്യ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു നിലപാട് അത് സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഉയരും. അതിൽ രാഹുൽ ഗാന്ധി എന്ത് പ്രതികരണം നടത്തും എന്നതൊരു ചോദ്യമാണ്. അത്തരത്തിൽ വാർത്താ സമ്മേളനം ഇപ്പോൾ അല്പസമയത്തിനും തന്നെ ആരംഭിക്കും. അതിനുശേഷം നാഗാലാൻഡിൽ ഈ യാത്ര തുടരും. നാളെയും നാഗാലാൻഡിൽ തുടരും. പിന്നീടാകും അസമിലേക്ക് കടക്കുക. അസമിൽ ഏതാണ്ട് 3 ദിവസം യാത്ര തുടരുന്നുണ്ട്. അങ്ങനെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 11 ദിവസമാണ് യാത്ര നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലൊരു പങ്കാളിത്തം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നു എന്നത് കോൺഗ്രസ് സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണ്. പ്രത്യേകിച്ചും 67 ദിവസങ്ങൾ 15 സംസ്ഥാനങ്ങൾ 6700 ചില്ലുവാനം കിലോമീറ്റർ യാത്ര സഞ്ചരിച്ച് ഭാരത് ജോഡോയുടെ 2ാം പതിപ്പ് തുടരുകയാണ് ഇവിടെ.